നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്നത്തെ ദിവസം. ഇതിന് വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. വണ്ടി കളക്ഷനിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി നമ്മുടെ സ്വന്തം 3.4 കിലോമീറ്റർ ഉണ്ട്. നമ്മളിത് സ്പോട്ട് എത്തിയത് അത്യാവശ്യം ഓഫ് റോഡ് ആവട്ടെ. ഗുഹയാണ്, മൊത്തം ഹരിതാപവും പച്ചപ്പും. എൻ്റെ മോനെ സാധനങ്ങളൊക്കെ എടുക്കാം. ഇത് ഞാനല്ലേ കുത്തി കുറച്ച് വരച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ ദ മാഡി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കുറച്ച് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഇന്നത്തെ ദിവസം. നമ്മൾ വീട്ടിൽ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, ഇന്ന് എങ്ങോട്ടേലും തെറിച്ചാലൊന്ന്. സത്യത്തിൽ അതല്ല, വെറുതെ ഇരിക്കുമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യടേ എന്ന് മനസ്സിങ്ങനെ കിടന്ന് വെമ്പുമ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. നമുക്ക് ഇന്ന് എങ്ങോട്ടേലും പോയി നേച്ചർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കാര്യം. എല്ലാ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ കണ്ട് മടുത്തു. പക്ഷേ എനിക്ക് ആ മടുപ്പില്ല കേട്ടോ മച്ചാനെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അപ്പോൾ ഇന്നിപ്പം നമ്മളെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വണ്ടി കളക്ഷനിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി നമ്മുടെ സ്വന്തം നടരാജ് മോട്ടോഴ്സ്, അതിലാണ് നമ്മൾ പോകുന്നത്. നടന്നാണ് നമ്മൾ പോകുന്നതെന്ന്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം കണ്ടില്ലേ, ഒരു ക്യാൻവാസ് സ്റ്റാൻഡും 2 ക്യാൻവാസും പിന്നെ അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാൻ ഒരു ട്രൈപോഡും ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നടന്നാണ് പോകുന്നത്. നടപ്പെന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കൊക്കെ എന്താ ഇതിന് വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ഞാനപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അർജുനൻമല എന്ന് പറയുന്ന നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മലയുണ്ട്, അവിടെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അർജുനൻമലയ്ക്ക് ഇവിടുന്ന് എന്തോരം ഉണ്ടെന്ന്. അർജുനൻമല പീക്ക് 3.4 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ 3.4 കിലോമീറ്റർ നമ്മൾ നടക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നു. ഇനി അടുത്ത ബാക്കി നടക്കാൻ പോവാണ്. നേരെ നമ്മൾ അർജുനമല പിടിക്കുന്നു. അവിടെ ചെന്നിട്ട് അടുത്ത പ്ലാൻ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ പതിയെ നടന്ന് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഇതുവഴി ഒരുപാട് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. കാര്യം പൂജാ ഹോളിഡേയുടെയൊക്കെ അവധി ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ വാഗമണ്ണൊക്കെ വിസിറ്റ് ചെയ്യാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വണ്ടിത്തിരക്ക് ഇതുവഴി കാണും. പക്ഷെ നമ്മുടെ ഈ റൂട്ടിൽ കൂടെ അങ്ങനെ പോകേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ചീലാറെത്തി. അച്ഛനായ നമ്മൾ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മടുത്തിപ്പോൾ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പശുപ്പാറക്കാല എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്, മുകളിലേക്ക് കിടക്കുന്ന വഴി. കാലാവസ്ഥ നമുക്കിന്ന് എതിരായിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, കാർമേഘമൊക്കെ അന്നിങ്ങനെ നിൽക്കുകയാണ്, മൂടിക്കിടക്കുകയാണ്. മിക്കവാറും നമ്മൾ മല കയറുമ്പോഴായിരിക്കും എന്താ പറയുക, മഴ പെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ പരിപാടിയൊക്കെ ഇന്ന് മൊത്തം കുളമാകും. ഇതുവഴി താഴേക്ക് വന്ന കപ്പലെല്ലാം നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ട് അവിടെയായിട്ടാണ് നമ്മുടെ അർജുനൻമല പീക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം അടുക്കറായി. ഇനി ഒരു കിലോമീറ്ററും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം നമ്മളിത് സ്പോട്ട് എത്തിയത് ഇവിടെ, ഇതാണ് മല, അർജുനമല. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം അർജുനമല. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ലക്ഷ്യം വീട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നേരെ കാണുന്ന മലയാണ് അർജുനമല. ഈ റോഡ് നേരെ പോകുന്നത് പശുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമുക്ക് ഈ റോഡ് കയറിയിട്ട് ആ കാണുന്ന വഴി കൂടെ നേരെ മേളിലേക്ക് കയറണം. ഇതാണ് ലക്ഷ്യം വീട് എന്ന സ്ഥലം. എന്താ പറയുക, സെറ്റപ്പ് ഒരു ഫീൽ ആവട്ടെ. ഇപ്പം നമ്മൾ 2022 നിന്ന് 1990 വന്ന ഒരു മൂഡാണ് ഇവിടെ എത്തിയപ്പോൾ. ഒരുപാട് നമ്മൾ ബാക്കിലേക്ക് യാത്ര ചെയ്ത ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ. നമുക്കിനി പതിയെ നടക്കാം. ഈ റോഡിൽ കൂടെയാണ് നമുക്ക്
മുകളിലേക്ക് ചെല്ലുണ്ട് അർജുനമല. അയ്യോ ഗൈസ്, നല്ലൊരു കയറ്റമാണ്. പോരാത്തതിന് ഒട്ടിക്കത്തെ വെയിറ്റുള്ള ബാഗും. പിന്നെ ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല പെയ്തല്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സെറ്റപ്പല്ലേ ഈ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പൈസയൊക്കെ മുടക്കി റിസോർട്ടിലൊക്കെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റിസോർട്ടിലൊക്കെ പോയി സ്റ്റേ അടിച്ച് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് പറയാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ഇവർക്കൊക്കെ എന്ന് നോക്കി എന്നെ ലക്കല്ലേ രാവിലെ. പക്ഷേ ഇവരെല്ലാ ദിവസവും അത് കണ്ട് അവർക്ക് അങ്ങനെ തോന്നത്തില്ല. അല്ല നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. രാവിലെ എണീക്കുന്നതും നേരെ എന്തുവാ ഒരു മരയുടെ ടോപ്പിൽ ഇങ്ങനെ സെറ്റപ്പ് വ്യൂ ആയിരിക്കും, അടിപൊളി വ്യൂ ആയിരിക്കും. കണ്ടില്ലേ, അത്യാവശ്യം ഓഫ് റോഡാവട്ടെ അർജുനമലയ്ക്ക് പോകുമ്പോൾ. ഓ ഗായ്സ്, ഇതാ നോക്കൂ കാട്ടുപശു. ഹായ്. ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, കാട്ടുപന്നി, മുയൽ. പക്ഷെ നമ്മൾ ആക്രമിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ഹലോ, ഇനി കൊച്ചു വഴിയാണ്. നമ്മൾ ഇത്ര നേരം വന്നത് നോക്കി, റോഡ് സെറ്റപ്പാണ്. കൊച്ചു വഴി. ഞാൻ ഒറ്റയ്ക്ക് ഇനി ഈ വഴി പോണമല്ലോ. പേടിയൊന്നുമില്ല, പിന്നെ ഒരു ചെറിയ ഭയം. ഇത് കണ്ടില്ലേ, അടിപൊളി ഗുഹയാണ്. യാ മോനെ, അമ്പോ ഈ ഒരുപാട് കയറി ഇങ്ങനെ വന്നു കേട്ടോ. വേണ്ടില്ലേ, നമ്മുടെ പശുപ്പാറയൊക്കെ അവിടെ ഇട്ടുവരും. നമുക്ക് അവിടെ പോകണം, അവിടെയും പോയിട്ട് പിന്നെയും പോകണം. അമ്പോ വെള്ളം എടുത്തത് നന്നായി കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തനിച്ച് ഈ മലയിലിത് ആരുമില്ല. അതിന് മേളിൽ ചെന്നാലേ അറിയത്തുള്ളൂ ആരെങ്കിലും ഉണ്ട് കയറാൻ. സത്യം പറഞ്ഞാൽ വഴിയൊന്നും ഇല്ല ഗൈസ്. വഴിയൊക്കെ നമ്മൾ ചെറിയൊരു ഉദ്ദേശത്തിൽ വേണം പോകാൻ. ചെറിയൊരു തെളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ കയറി പോകുന്നത്. അയ്യോ, അയ്യോ, ഓ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ആയിട്ടില്ല. അടി മൊത്തം ഹരിതാപവും പച്ചപ്പും. ഞാനിവിടെ തീർന്നേടാ. നീ തോന്നുന്നു നാട്ടുകാർ പറയുന്നതിൽ എന്തോ കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചില്ലറ സൂക്കേടല്ല. അവരെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ലെന്ന് തോന്നുന്നു. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഗൈസ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു നല്ല സ്പോട്ട് നോക്കി നമ്മുടെ കയ്യിൽ 2 ക്യാൻവാസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു വ്യൂ, നമുക്ക് ഏതെങ്കിലും ഒരു അടിപൊളി വ്യൂ നമ്മൾ നോക്കി വരയ്ക്കാൻ പെയിൻറ്റ് ചെയ്യാൻ ഓർത്ത് വന്നതാണ്. അയ്യോ, വാട്ടർ കളറും കാര്യങ്ങളൊക്കെ, കുറേ പെയിൻറ്റും വാട്ടർ കളറും പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ കിടന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്പോട്ട് നോക്കി നമുക്ക് സെറ്റാക്കാമെന്ന് ഓർത്തായിരുന്നു വന്നേ. നോക്കാം ഗൈസ്. ഇത് അർജുനമല എന്ന് പറയുന്നത് ഒരു കുരിശുമലയാണ്. പേര് തമ്മിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആകുന്നുണ്ടല്ലേ. ഇതേ ഒരു കുരിശ് കണ്ട് നമ്മൾ ഇനി ഈ കുരിശ് വെച്ച് പിടിച്ച് പോകാം. എനിക്ക് വഴി അങ്ങോട്ട്, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാൽ പോലും ഈ വഴി എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഇതേ ടോപ്പിലായിട്ടൊരു കുരിശ് കാണുന്നുണ്ടോ? ഞാൻ നന്നായിട്ട് മടുത്തു ഗൈസ്. അടി പൊളി. യാ മോനെ, സീൻ വ്യൂ. ഇവിടെ തന്നെ നമുക്ക് സെറ്റാക്കാം. അവിടെ ഒരു ഫാക്ടറി ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ടോപ്പിലെത്തി കുരിശ്. നമ്മളിനി ഇങ്ങോട്ടാണ് പോകുന്നത്. സെറ്റപ്പ് സ്പോട്ടോട്ട്. അയ്യോ, വീണ്.
യെസ്, എൻ്റെ മോനെ സൂപ്പർ സൂപ്പർ കാറ്റ് കേട്ടോ. ഞാനാണ് അടുത്ത് വേർത്ത് കുടിച്ചാൽ വന്ന് സൂപ്പർ കാറ്റ്. എന്ത് സുഖം. നമുക്ക് ഇവിടെ നിന്നിട്ട് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. ട്രൈപോഡിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാര്യം ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നതാണ് സെറ്റ്. അവിടെ നേരെ കാണുന്ന ഒരു ഫാക്ടറി നമുക്ക് വരയ്ക്കണം. ഗൈസ്, പിന്നെ ഒരു സംഭവം ഉണ്ടേ. കഴിഞ്ഞ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു, നമ്മൾ കോളേജിൽ പ്രോഗ്രാം ചെയ്തത്. അവിടെ അപ്പം എനിക്ക് അവിടെ നിന്നൊരു മൊമെൻ്റ് കിട്ടിയായിരുന്നു. അപ്പം ഈ ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിയിരുന്നു. ഇത് ഞാനല്ലേ. ഇതപ്പം ഞാനിത് പറയണമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതപ്പം ചെയ്തത് ടിവ്യ എന്ന് പറയുന്നൊരു കുട്ടിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നവർ ഒപ്പം നിങ്ങൾ ആ കുട്ടീനെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രഷ്, പിന്നെ ഞാനും. ഓക്കെ, നമുക്കിനി നൈസായിട്ട് വരച്ച് ലാസ്റ്റ് ഞാൻ നിങ്ങളെ സംഭവം കാണിക്കാം. ഓക്കെ, നിങ്ങൾ വരില്ലേ? ഇതുവഴിയാണോ? എന്നാ ഞാൻ പോട്ടെ. അപ്പോൾ ഓക്കെ, കാണാം. ബൈ. ഓക്കെ, ബൈ. ഓ മച്ചാമാരെ സീനാട്ടത് നോക്കി. ഇങ്ങോട്ട് ഇവിടെ താഴെ ഒരു ഗുഹയുണ്ടെന്നാ കേട്ടോ പയ്യൻ പറഞ്ഞത്. നമുക്ക് അടുത്ത പ്രാവശ്യം ഗുഹയ്ക്കകത്തേക്ക് പോവാം. ഓക്കെ, എനിക്കിനി തിരിച്ച് വഴി അറിയില്ല. എങ്ങനെയൊക്കെ വന്നു, ഇനി എങ്ങനെയൊക്കെ പോകണം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് ആയില്ലേ? ഇല്ലല്ലേ? അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി.
അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ ആ ചേട്ടന് കൊടുത്തു. ഇവിടെ തന്നെയുള്ള ഞാൻ ഉദ്ദേശിച്ചത് തിരിച്ചു പോകുമ്പം ഏതെങ്കിലും ഒരു കടയിൽ കയറി ചായ കുടിക്കുന്ന നേരത്ത് ആ കടക്കാർക്കും എല്ലാം കൊടുക്കാൻ ഓർത്തുള്ള മൈൻഡിലാണ് ഞാൻ വന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സന്തോഷം. ഇവിടുത്തെ തന്നെ ഒരാൾക്ക് ആ ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പിടിക്കണം. വഴിയൊന്നും ഇല്ല മച്ചാൻ വരെ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും. ഇതുകൊണ്ട് വഴിയൊന്നും ഇല്ല. വഴിയുണ്ട്, ഇവിടെ കുഴിയാണോന്നൊന്നും നമുക്കറിയത്തില്ല. എങ്ങനെ പോകും? ഞാൻ ലോക്കായി. ഗൈസ്, നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. നമ്മളിനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ വന്ന് നമ്മളെ പോസ്റ്റാകും. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു. ഓക്കേ.